വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ അത് നമ്മൾ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ 2 സബോളയും 4 പച്ചമുളകും അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്തു. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഞാൻ അതിനകത്ത് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് വഴന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ആക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതായിരുന്നു നമ്മൾ മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ സബോള ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ, ഞാൻ 2 വലിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള വഴുതനങ്ങ ആഡ് ചെയ്യാം. എന്നിട്ട് അത് ആഡ് ചെയ്തു. നമുക്ക് കഴുകുന്ന നേരത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ ചുവനചവ് മാറിക്കിട്ടും. ഞാൻ ഇളക്കുന്ന നേരത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. അത് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പച്ചവെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. വീണ്ടും ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചാൽ കുറച്ചും കൂടെ കുഴകുഴാന്നാവും. നമുക്കത് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവി വെള്ളത്തിലാണ് വേവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.